കൈക്കൂലി കേസിൽ പ്രതിയായ മുൻ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചതോടെയാണ് തൊടുപുഴ നഗരസഭയിൽ തിരഞ്ഞെടുപ്പിന് വഴിവെച്ചത്. ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDFൽ തീരുമാനമാകാതെ വന്നതോടെ കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി. ആദ്യ റൗണ്ടിൽ ലീഗ് സ്ഥാനാർത്ഥി MA കരീമിന് 6 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ഇതോടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ പരസ്യമായ വെല്ലുവിളിയും ഉന്തും തള്ളുമുണ്ടായി. മൂന്നാം റൗണ്ടിൽ 5 ലീഗ് അംഗങ്ങൾ LDFന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിഞ്ചു 14 വോട്ടുകൾ നേടി നഗരസഭ അധ്യക്ഷയായത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി K ദീപക് 10 വോട്ടുകൾ നേടി. അതേസമയം CPMന് വോട്ട് ചെയ്ത ലീഗ് അംഗങ്ങൾ രാജിവെക്കണമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്നും ഐക്യജനാധിപത്യങ്ങളുടെ ഒരു ഘടകകക്ഷിയായി നിന്നിട്ടുള്ള പാർട്ടിയാണ്. ഇവിടെ പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള ലീഗിനകത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഹിമാലയൻ മലയുടെ മുകളിൽ കയറി നിൽക്കുന്നത് നിലയിലാണ് അവരുടെ പാർട്ടിക്കുള്ളിലുള്ള അന്തരീക്ഷം. അത് ഒന്നിപ്പിക്കാൻ വേണ്ടി കാണിച്ച കുറുക്കുവഴിയാണ്, ചതിവിലൂടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ചെയർമാനാക്കാൻ മുസ്ലിം ലീഗ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ജനാധിപത്യ മര്യാദ ഉണ്ടെങ്കിൽ അവര് കൗൺസിലർമാർ രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പിൽ നേടാൻ തയ്യാറാണ്. നേരത്തെ 12 അംഗങ്ങളുള്ള UDFൽ കോൺഗ്രസിന് 6, ലീഗിന് 6 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. അതേസമയം കോൺഗ്രസ് മുന്നണി മര്യാദ ലംഘിച്ചെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.